എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബിൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലീനിങ് പരിപാടിയിലാണ് കേട്ടോ. ഇന്ന് മുകളിലത്തെ നിലയിൽ ക്ലീൻ ചെയ്യാനായിട്ട് കയറിയേക്കാണ്. അപ്പോൾ നമ്മളുടെ കുറച്ച് ചെടികൾ നമ്മൾ സ്റ്റെയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒറിജിനൽ ചെടിയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഇലകളൊക്കെ ഇങ്ങനെ കിള്ളി എടുക്കണില്ലേ, അതൊക്കെ കരിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ ആ കരിഞ്ഞു പോയിട്ടുള്ള ഇലകളൊക്കെ ഇങ്ങോട്ട് വാരി എടുക്കുകയാണ് കേട്ടോ. നമ്മൾക്ക് ഇനി ഇവിടെയും കൂടെ പ്ലാസ്റ്റിക്കിൻ്റെ വെച്ചാൽ ശരിയാവുള്ളൂ എന്നാണ് തോന്നണത്. ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇത് കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. ഒറിജിനലാണെന്നേ തോന്നുള്ളൂ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഒരെണ്ണം കൂടെ അപ്പുറത്ത് മേടിച്ച് വെക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒറിജിനൽ ചെടി വെക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ ചൂട്ടത്ത് നമ്മുടെ മുകളിലത്തെ നിലയിൽ ഷീറ്റ് മേയത്തുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് കാരണം ചെടികളൊക്കെ വേഗം കരിയും. അപ്പോൾ അതുകൊണ്ട് മുകളിലത്തെ നിലയിൽ നമുക്ക് പ്ലാസ്റ്റിക് ചെടിയാണ് ഇനി നടക്കുകയുള്ളൂ. ഞാൻ കുറേ വെച്ചിട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്തി മടുത്ത് കിടക്കണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ ഹാളാണ് ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ജനാലയിലൊക്കെ വല്ല മാറാമ്പലേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ്, ഇവിടെ ആരും മുകളിലേക്ക് അങ്ങനെ കയറി വന്ന് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അധികം ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ കുഞ്ഞൻ വന്ന് അവൻ്റെ റൂമിലൊന്ന് കയറി കിടക്കും എന്നല്ലാണ്ട് പിന്നെ ആരും ഉപയോഗിക്കണില്ല. പിന്നെ നമ്മൾ അയൺ ചെയ്യാനായിട്ട് ആ മേശയിൽ വന്നിട്ട് അയൺ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ തുണി മുകളിലത്തെ ബാത്റൂമിലാണ് വാഷിംഗ് മെഷീൻ ഇട്ടത്. അതുകൊണ്ട് അലക്കാനൊക്കെ ആയിട്ട് കയറി വരുന്നല്ലാണ്ട് പിന്നെയുള്ള ഉപയോഗങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് മുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ബുദ്ധൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള സ്ഥലം. ഇവിടേക്ക് വന്നിട്ട് നമ്മൾ ബുദ്ധൻ്റെ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ക്ലീനിങ് എന്ന് പറയുന്നത് പാർക്കുട്ടിയുടെ റൂമാണ് കേട്ടോ. പാർക്കുട്ടിയുടെ റൂമിൽ ബെഡ്ഷീറ്റൊന്നും മാറ്റാനില്ല. ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ വന്നിട്ട് തയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് ബെഡ്ഷീറ്റൊന്നും മാറ്റണില്ല. അപ്പോൾ തയ്ച്ചിട്ട് ഞാൻ മെഷീനൊന്നും മൂടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂടിയിട്ട് പിന്നെ നമ്മൾ തയ്ച്ചതിൻ്റെ കുറച്ച് നൂലൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാരിക്കളയണം. പിന്നെ കുറച്ച് വെട്ട് തുണി പീസുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അടിച്ച് കളയണം. പിന്നെ ലാസ്റ്റാണ് കേട്ടോ, എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പുറത്ത് കുറച്ച് പായലുകളുണ്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ. നമ്മൾ ഷീറ്റ് മേയാത്തതുകൊണ്ട് പായലുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാരി കളഞ്ഞതിന് ശേഷം വേണം ലാസ്റ്റാണ് കേട്ടോ ഒന്ന് തുടയ്ക്കലുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരും വാരിക്കൂട്ടിയത് പാർക്കുട്ടിയുടെ റൂമിൽ നിന്ന് തയ്ച്ചതിൻ്റെ പീസുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ വാരിക്കൂട്ടി വേസ്റ്റ് പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോൾ ക്ലീൻ ചെയ്യാൻ വന്നാലും വെറുതെ മുകളിലേക്കൊക്കെ ഇങ്ങനെ നോക്കി എല്ലായിടത്തും ഒന്ന് കണ്ണെത്തും. വല്ല മാറാമ്പലൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൂലുകൊണ്ട് തട്ടിക്കളയണ കാരണം വലിയ കാര്യമായിട്ട് മാറാമ്പലൊന്നും തട്ടാനുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളുടെ അടുത്ത ക്ലീനിങ് സിറ്റ് ഔട്ടിലാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ കുറച്ച് ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇലകളൊക്കെ കരിഞ്ഞു പോയിട്ടുള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഞാൻ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഞാനിവിടെ ഇല്ലാത്ത കാരണം ചെടികൾക്ക് വെള്ളം ഒഴിക്കാണ്ട് ഇതൊക്കെ കരിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് മുകളിലത്തെ ചെടികളൊക്കെ കുറച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് അടിച്ച് മാറാമ്പലേക്ക് ഉണ്ടോ എന്ന് മുകളിലേക്കൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ നോക്കും. ഉണ്ടെങ്കിൽ അതൊക്കെ കൈയോടെ തന്നെ തട്ടിക്കളയും കേട്ടോ. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ പുല്ലൊക്കെ വളർന്ന് വല്ലാണ്ട് പുല്ല് വളർന്നു കേട്ടോ. ഇനി അതൊന്ന് വെട്ടിക്കണം. എന്നിട്ട് വേണം ഗാർഡൻ ഒന്ന് സെറ്റാക്കാനായിട്ട്. ഇപ്പോൾ ആകെ പുല്ല് വളർന്നിട്ടൊരു വൃത്തിയില്ലാത്ത പോലെ നിൽക്കണേ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ലീൻ ചെയ്യാൻ വന്നത് കുഞ്ഞൻ്റെ റൂമിലാണ് കേട്ടോ. അവൻ്റെ റൂമിൽ ഇത്തിരി ക്ലീൻ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇടയ്ക്ക് വന്ന് ഇവിടെയൊക്കെ കിടന്ന് ആകെ ബെഡ്ഷീറ്റൊക്കെ ആകെ കുത്തിമറിച്ച് ആകെ നാശാക്കിയിട്ടിട്ടാണ് പോവുക. അപ്പോൾ അതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് മാറാമ്പലേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കളയണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. പിന്നെ ബാത്റൂം ഞാൻ അലക്കാൻ വരുമ്പോൾ കൈയോടെ തന്നെ കഴുകിയിടണ കാരണം ബാത്റൂം ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ റൂമിൽ മാറാമ്പലേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് വന്ന് കിടക്കും കുറച്ച് നേരം. രാത്രിയിലൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് കേട്ടോ അവൻ കിടക്കുക. രണ്ടാളും നമ്മളുടെ കൂടെ തന്നെയാണ് കിടക്കലൊക്കെ. അപ്പോൾ അവർ മാറിക്കിടന്ന് അങ്ങനെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി മാറിക്കിടക്കും. പക്ഷേ ഇവിടത്തെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടപ്പൊക്കെ. ഇതുവരെയായിട്ട് മാറിക്കിടന്ന് അവർ ശീലിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കുഞ്ഞിൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി തുടയ്ക്കൽ ലാസ്റ്റാണ് തുടയ്ക്കാനുള്ളൂ കേട്ടോ. നമുക്കിനി മെയിനായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത് സിറ്റ് ഔട്ടിൽ നമ്മൾ സ്റ്റീലിൻ്റെയാണ് കൊടുത്തേക്കണത്. അപ്പോൾ അതിൽ നിറയെ മഴയും വെയിലൊക്കെ കൊണ്ട് നിൽക്കണ കാരണം നിറയെ പൊടി അഴുക്കൊക്കെ ഉണ്ട്, മാറാമ്പലേക്ക് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മൾ തുണി വെച്ച് തുടച്ചു കൊടുക്കും. പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മൾ ഭസ്മിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ആ ഗ്ലേസിങ് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ച് കിട്ടില്ല. പിന്നെ നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിലേക്ക് നേരിട്ട് ഊത്തൊക്കെ അടിക്കുമല്ലോ. അപ്പോൾ ആ വെള്ളം കയ്യിൽ നിന്നിട്ട് തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം. ഒന്ന് ഭസ്മൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിലനിൽക്കുക ആ കളറ്.
പിന്നെ നമുക്ക് മെയിനായിട്ട് ക്ലീൻ ചെയ്യാൻ കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി മഴക്കാലം തുടങ്ങിയ പിന്നെ ടെറസിലേക്ക് അങ്ങനെ വരൽ കുറവാണ്. വഴിക്ക് വീഴണ കാരണം ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തേക്കേ പോയേക്കരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വെയിലിത്തിരി തെളിഞ്ഞപ്പോൾ ആ വഴുക്കലൊക്കെ പോയിട്ട് അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഉരച്ച് വേഗം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം അടിച്ചെടുക്കാൻ പറ്റണ പോലെ പൊളിഞ്ഞ് നന്നായിട്ട് അടർന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ആ പായലൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള പണി എന്ന് പറയണത്. മഴക്കാലം തുടങ്ങിയ പിന്നെ നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് കാല് കുത്തിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അത്രയധികം പായലായിരുന്നു കേട്ടോ. എന്തിനാ വെറുതെ റിസ്ക് എടുക്കണേ വഴുക്കി വീഴാന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ ഈ വശത്തേക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തിടണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റുകാലമായി കഴിഞ്ഞാൽ അപ്പുറത്തെ റബ്ബറിൽ നിന്ന് നിറയെ ഇലകൾ വന്ന് ടെറസിൽ കയറും. അപ്പോൾ ഈ പായലൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തിട്ടാലാണ് നമുക്ക് ഇലകൾ വരുമ്പോൾ അത് അടിച്ച് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വലിയ കാര്യമായിട്ട് മഴയൊന്നും ഇല്ലെങ്കിലും കുറേശ്ശെയായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി കൂടെയൊക്കെ പൊളിഞ്ഞ് വരാനുണ്ട്. എന്നാലും വലിയ കാര്യമായിട്ടുള്ളതൊക്കെ പൊളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയിലാണ്. എൻ്റെ ടെറസിൻ്റെ മുകളിൽ മാത്രമാണോ ഇത്രയധികം പായലുള്ളത്? നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ പായലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. ഞാൻ വിചാരിക്കും ഇത് എൻ്റെ വീട്ടിൽ മാത്രമേ ഇങ്ങനെ അത്രയധികം പായലുണ്ടാവുള്ളൂ എന്ന്. അത്രയധികം പായലാണ് കേട്ടോ. ഈ പായൽ ഇങ്ങനെ വരാതിരിക്കാനായിട്ട് ആർക്കെങ്കിലും വല്ല സൂത്രപ്പണികൾ അറിയിച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എൻ്റെ കണക്കിന് ഇപ്പം ഒരു സൂത്രപ്പണി എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഡ്രസ് വർക്ക് ചെയ്യാന്നുള്ളതാണ്. അതെന്തായാലും ഇപ്പം നടക്കില്ല. അപ്പോൾ നമുക്ക് ഈ പായലടിച്ച് വാരാൻ തന്നെ വഴിയുള്ളൂ. നമ്മൾക്കിപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് ഈ ഓപ്പൺ ടെറസ് വന്നേക്കണത്. അത് മുഴുവൻ അടിച്ച് ക്ലീൻ ചെയ്ത് അതൊക്കെ വാരിക്കളഞ്ഞ് വരുമ്പോഴത്തേക്കും എൻ്റെ പുറം ഏകദേശം തീരുമാനമായി കിട്ടും കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഞാൻ ഏട്ടൻ വന്നതിന് ശേഷം ഇടുള്ളൂ. അപ്പോൾ ഏട്ടൻ വലിയ കാര്യമായിട്ട് ഈ വീഡിയോ കാണില്ല. അല്ലെങ്കിൽ എനിക്ക് എന്തായാലും ഒരു വഴക്ക് കിട്ടുന്നതായിരിക്കും ഇത് മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്തതിന്. അപ്പോൾ അതേ ഒരു വിധമൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വാരിക്കൂട്ടി കൊണ്ടുപോയി കളയാന്നുള്ളതാണ് ഇനി അടുത്ത ഒരു പണി. ഒരു ചാക്ക് പായൽ കിട്ടിയിട്ടാ. അത്രയും വലിയ കട്ടയായിട്ടുള്ള പായലായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയില്ലേ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ പായലിനെ ഒന്ന് ഓടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ നമുക്ക് ഒരു ചാക്ക് പായൽ എന്തായാലും നമ്മൾ അടിച്ച് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഇതേ വലിയ കുഴപ്പമില്ലാണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഇനിയും പൊളിഞ്ഞ് വരാനുണ്ട് കേട്ടോ. ആദ്യം ഇനി വെയിൽ തെളിയുമ്പോൾ ഒന്നും കൂടെ അത് പൊളിഞ്ഞ് വരും. അപ്പോൾ അതേ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നമ്മളുടെ ഓപ്പൺ ടെറസ്. നമ്മളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടേക്കും സന്ധ്യയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ചാക്ക് പൊരി കിട്ടിയിട്ടുണ്ട്. ഈ പൊരി വിറ്റിട്ട് വരാം കേട്ടോ. ഞാൻ പൊരി വേണോ എന്ന് ചോദിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇത് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.